ഹലോ, ഇന്ന് നമുക്കൊരു ചൈനീസ് ലഞ്ച് ആയാലോ? അതെ, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഇതുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഫ്രൈഡ് റൈസിനും ചില്ലി ചിക്കനും ഒക്കെ ആവശ്യമായിട്ടുള്ള വെജീസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഒരു കിലോയുടെ ചിക്കൻ എടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് ബ്രസ്റ്റ് പീസ് മാത്രം എടുത്തിട്ട് ഫ്രൈഡ് റൈസിന് വേണ്ടി വേവിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഉള്ള പീസ് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെയും ചില്ലി ചിക്കൻ്റെയും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നല്ല പൊടിയായി അരിഞ്ഞെടുക്കണം. ഇനി അതുപോലെ ഞാൻ കുറച്ച് ഗാർലിക് എടുത്തിട്ടുണ്ട്. അതും അരിഞ്ഞെടുക്കാം. പിന്നെ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഞാനൊരു മീഡിയം സൈസിലുള്ള ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ചില്ലി ചിക്കൻ റെസിപ്പിയൊക്കെ അറിയുന്നവരുണ്ടാവും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ നമ്മളെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ വൈറ്റ് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ക്യാപ്സിക്കും ഒക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അയ്യോ, ഇതിൽ കാര്യമായിട്ടുള്ളൊരു സാധനം വിട്ടുപോയി. നമ്മുടെ ഗ്രീൻ ചില്ലി, അത് ഞാനൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ചില്ലി ചിക്കൻ്റെ എല്ലാ വെജിറ്റബിൾസും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് ഒരു സൈഡ് ആയി വന്നിട്ട് ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിന്നാവുന്ന സമയം കൊണ്ട് ഇനി ഞാൻ കരുതി ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിന്ന് ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസായിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ബീൻസ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുമൊക്കെ നമുക്ക് വേഗം തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചിക്കൻ ഒന്ന് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ട് ഞാനത് കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അതും ഒരു സൈഡായി ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ അതിനെയും ആ പാനിൽ നിന്നും കോരിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി സെയിം അതേ പാനിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇത് വഴറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പിന്നെ 5 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം
നമുക്ക് അതിലേക്ക് സോസസ് ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ സോയാ സോസൊക്കെ ഒഴിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഉപ്പൊന്നും എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പുളിയും എരിവും കുറച്ച് മധുരമൊക്കെ ആയിട്ടാണല്ലോ ഉണ്ടാവുക. ഇതാ നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ ചിക്കനും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 2-3 മിനിറ്റിന് ശേഷം ഞാനത് തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ ക്യാപ്സിക്കവും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ക്യാപ്സിക്കം നല്ലപോലെ കുക്കാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അത് ആ ചിക്കനും ഇതൊക്കെ ആയിട്ട് മിക്സ് ആയാൽ മതി. അത് ജസ്റ്റ് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഇതാ എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ചെറുതായി അരിഞ്ഞതുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ പണിയിലേക്ക് കിടക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ അതും ചേർത്ത് നല്ല പോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞ് വെച്ച ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തത്. അത് പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ്, ബീൻസ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊക്കെ നല്ലപോലെ കുക്കാവേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാബേജും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ട്. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് ഉപ്പ് മാത്രം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതാണ്. മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ അതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഈ ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിൾസൊക്കെ വഴറ്റുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ
എല്ലാം നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ നമുക്കൊന്ന് മുട്ട ചിക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് നമുക്കൊന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. അത് നല്ലപോലെ ചിക്കിയെടുക്കാം. അങ്ങനെ മുട്ടയും നല്ലപോലെ ചിക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബസ്മതി റൈസ് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. ഈ ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് സ്പൂൺ ഇട്ടിട്ട് അധികം ഇളക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ആ റൈസൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇതിൽ കുറച്ച് സോയാ സോസിൻ്റെ കുറവ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ലാസ്റ്റ് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ, അതും ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ കൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലുള്ള ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസുമാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.